അപ്പോൾ പല സ്റ്റേജിലൂടെയാണല്ലോ സ്റ്റാർട്ടപ്പ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് നേരത്തെ പറഞ്ഞ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ആ സമയത്ത് നമ്മളെ ഒരു ഏഞ്ചലോ ഒരു VC ഒന്നും ഫണ്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നോർമലി നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒന്നാണ് നമ്മൾ അതിന് പറയുക. അവരുടെ സപ്പോർട്ട്, എൻ്റെ പേഴ്സണൽ ഫണ്ട് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ഫണ്ട് കൊണ്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഏഞ്ചലിനെയോ VCനെയോ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല. പ്രോബ്ലി യു ഷുഡ് അപ്രോച്ച് പീപ്പിൾ ഹു വിൽ ട്രസ്റ്റ് യു. നിങ്ങളെ വിശ്വസിച്ച് ഒരു ചെറിയ എമൗണ്ട്, ഇപ്പോൾ 2-3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ ആ സമയത്ത് അപ്രോച്ച് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ് യു ഡെവലപ്പ് സംതിങ്, ട്രാക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കെയിലബിൾ ആണെന്നൊരു പോസിബിലിറ്റി നമുക്ക് വിത്ത് എവിഡൻസ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള അവസ്ഥയിൽ നമ്മളതിനെ സീഡ് സ്റ്റേജിൽ നിന്ന് ഏഞ്ചൽ സ്റ്റേജിൽ നിന്ന് ഇൻ്റർചേഞ്ചബിൾ ഇക്കോസിസ്റ്റത്തിൽ 2 തരത്തിലും യൂസ് ചെയ്യാറുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇങ്ങനത്തെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ തേർഡ് പാർട്ടി, നമുക്കറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കണക്ഷനിൽ നെറ്റ്വർക്കിലുള്ള ആൾക്കാർ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് നമുക്ക് ഈ ഐഡിയ പിച്ച് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഫണ്ട് വാങ്ങിക്കാം. ഇത് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ കുറച്ചും കൂടി ലാർജ് സൈസ് ഫണ്ടിങ്, മേ ബി ഒരു $1 million അല്ലെങ്കിൽ $1.5 million ഫണ്ടിങ് ലേക്ക് ചെല്ലുമ്പോഴും പിന്നെ ആ സ്റ്റേജിലേക്ക് കമ്പനി ആകുമ്പോൾ, അതായത് യു ഹവ് പ്രൂവ്ഡ് ദാറ്റ് യു ഡൂയിങ് ഗുഡ് ആൻഡ് യു വാണ്ട് മണി ടു സ്കെയിൽ, ഈ സ്റ്റേജിലാണ് നമ്മളൊരു സീരീസ് A, അതായത് നമ്മൾ സീരീസ് A എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ലാർജ് സീരീസ് ആയതുകൊണ്ടാണ് അതിനെ സീരീസ് A എന്ന് പറയുന്നത്. ഈ സീരീസ് A ഫണ്ടിങ്ങിലേക്ക് പോകുന്നു. ഈ ഫണ്ടാണ് പ്രൊഫഷണൽ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റേജ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഏഞ്ചൽ സ്റ്റേജിലുള്ള ഫണ്ടാണെങ്കിൽ നമ്മൾ VCസിന് ലിസ്റ്റ് എടുത്ത് അവർക്ക് മെയിൽ അയച്ചിട്ട് അവരെ പിച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് സക്സസ് വരണമെന്നില്ല. അതേപോലെ തന്നെ എനിക്ക് വേണ്ടത് 10 കോടി രൂപ ഫണ്ടാണെങ്കിൽ ഞാൻ നാട്ടിലെ ഏഞ്ചൽസിൻ്റെ അടുത്ത് പോയിട്ടും കാര്യം ഉണ്ടാവില്ല. ബിക്കോസ് ദെയർ ടിക്കറ്റ് സൈസ്, നമ്മളതിൻ്റെ ടിക്കറ്റ് സൈസ് എന്നാണെങ്കിൽ ടിക്കറ്റ് സൈസ് ഇസ് മച്ച് ലോവർ. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് ഏത് സ്റ്റേജിലാണ്, നമുക്ക് ആവശ്യമുള്ള ഫണ്ട് എത്രയാണ്, നമ്മൾ എത്ര ടിക്കറ്റ് സൈസാണ് നമുക്ക് വേണ്ട ഫണ്ട്, എത്ര എമൗണ്ട് ഓഫ് ഫണ്ടാണ് നമുക്ക് വേണ്ടത്, ഇതനുസരിച്ചിരിക്കും നമ്മൾ ആരെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്.